ഹലോ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഞാനിന്ന് കുറച്ച് ഷേനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചേ ഉള്ളൂ, നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടാലോ എന്തൊക്കെയാന്നുള്ളത്. ഇപ്പൊ സമ്മറൊക്കെ ആയി വരുന്നോണ്ട് തന്നെ നമുക്ക് ചെടികളും പൂക്കളൊക്കെ നടുന്ന ഒരു സമയമാണല്ലോ. അപ്പം അതിന്റെ വിത്തുകൾ ഇങ്ങനെ പാകാൻ വേണ്ടി ഇത് കണ്ടോ, ഓരോന്നിനകത്ത് നമുക്ക് ഇങ്ങനെ ഓരോ വിത്തിട്ടിട്ട് അതിങ്ങനെ മുളച്ച് വരുമ്പോൾ നമുക്ക് മാറ്റി നടാം. അപ്പൊ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാന്ന് ഓർത്തു. നമുക്ക് വാങ്ങിച്ച് നട്ടിട്ട് നടുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടാമേ. അപ്പം നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. കുറെ ഉണ്ട് കേട്ടോ, കുറെ ഉണ്ട്. ഇപ്പൊ നമുക്ക് കുറെ നടാനുള്ളതുണ്ട്. അതിന്റെ തന്നെ വേറൊരു മോഡലായത്. ഇത് നമ്മൾ മണ്ണിട്ടിട്ട് ഇതിനകത്ത് നടണം. മറ്റേതിനകത്ത് നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആ വിത്തിട്ട് കൊടുത്താൽ മതി, നനച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് നമ്മൾ മണ്ണിട്ടിട്ട് അത് നടണം. ഇത് 10 എണ്ണത്തിന്റെ പായ്ക്കാണ്. 10 എണ്ണം എന്ന് പറഞ്ഞാൽ ഇത് കുറെ ഉണ്ട്. 20 കോളങ്ങളുണ്ട് ഒരെണ്ണത്തിനകത്ത് തന്നെ. ഇപ്പം ഇഷ്ടമാതിരി ഉണ്ട്. നമുക്ക് എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ആ സമയത്ത്. അപ്പൊ അത് രണ്ടുമാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വാങ്ങിച്ച സാധനം. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇത് പൊന്നിന്റെ ആണ്. അവൻ എന്തോ സ്പൈഡർമാന്റെ എന്തോ സംഭവമാണ്, എനിക്ക് അറിയത്തില്ല ഇത് എന്താണ്. പിന്നെ ഒരു മെയിൻ സാധനം ഞാൻ വാങ്ങിച്ചത്, ഞങ്ങൾ കുളിക്കുന്നതിന്റെ അവിടുത്തെ കർട്ടൻ അപ്പടി അഴുക്കായിട്ടിരിക്കുവായിരുന്നു. ഞാനത് വലിയ കാര്യത്തിന് വൈറ്റ് വാങ്ങിച്ചു. വൈറ്റ് അല്ല, മറ്റേ ഒരു ട്രാൻസ്പെറന്റ് പോലത്തെ ഒരു ഷീറ്റായിരുന്നു വാങ്ങിച്ചത്. പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് അഴുക്കായി, അതിന്റെ അടിയിൽ മൊത്തം ചെളി പിടിച്ചു. അപ്പം അതിന് വാങ്ങിച്ച ഒരു സാധനമാണിത്. എനിക്കറിയത്തില്ല, ഇതിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കാമേ. ഇതാണ് മേളിൽ ഹാങ് ചെയ്തിടുന്നതാണ്. പിന്നെ ഇതിന്റെ സൈഡിൽ മാഗ്നറ്റ് ആയിട്ട് നമുക്ക് ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ സൈഡിൽ ഒട്ടിക്കാനുള്ള ഒരു സംഭവം ഇതുണ്ട്. ഇതിങ്ങനെ നമ്മൾ സ്റ്റിക്കർ പറിച്ചു കളഞ്ഞിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പൊ ഇതിങ്ങനെ വന്ന് കണക്ട് ആവുമെന്നാണ് അവര് ഫോട്ടോയിൽ കാണിച്ചേക്കുന്നത്. എന്താണ്, ഞാൻ ഇട്ട് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇത് ശരിയായോന്ന്. പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതിങ്ങനെ മടങ്ങിയിരിക്കുന്ന കണ്ടോ നിങ്ങള്, മറ്റേ സാരിക്ക് നമ്മൾ ഞൊറിവെടുക്കുന്ന പോലെ നല്ല രസമുണ്ട് അല്ലേ? എന്താണ്, നീളമൊക്കെ കറക്റ്റാന്ന് തോന്നുന്നു. ഞാൻ എന്താണേലും ഇട്ടിട്ട് കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കറക്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചൊരു പൊട്ടിക്കും കൂടെ ഇറക്കം ഉണ്ടായിരുന്നെങ്കിൽ ലെങ്ത് കുറച്ച് കുറവായിട്ടുള്ള പോലെ എനിക്ക് തോന്നി. പക്ഷെ അല്ലാണ്ട് നോക്കുവാണെങ്കിൽ അത് കറക്റ്റാണ്. അതിൻ്റെ വീതി എല്ലാം കറക്റ്റായിരുന്നേ. സൈഡിൽ നമുക്ക് മാഗ്നറ്റ് പിടിപ്പിക്കാനും നല്ല എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് അത്തേലേക്ക് അറ്റാച്ച് ചെയ്താൽ മാത്രം മതിയേ. അത് വെള്ളം പുറത്ത് ചാടാണ്ടിരിക്കാൻ വേണ്ടി ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് ചാടത്തില്ല. അതിൻ്റെ ആ ലെങ്ത്ത് മാത്രം ഒരു പൊടിക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു സംഭവം. എന്നാണേലും നല്ല സംഭവമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ആണെങ്കിലും അത് മടങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ അത് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അതങ്ങനെ ചുറ്റി വെക്കണമെങ്കിൽ അതിനുള്ള ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്കിത് കെട്ടി വെക്കാൻ വേണ്ടി. അപ്പൊ എന്നാണേലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വാങ്ങിച്ചത് എന്നാന്ന് വെച്ചാൽ കർട്ടനാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലായിടത്തും വൈറ്റ് കർട്ടൻ ഇടണമെന്ന്. പക്ഷെ വീട് വാങ്ങിച്ച സമയത്തൊന്നും നമുക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല, ഭയങ്കര ചിലവുള്ള ടൈമല്ലേ. പിന്നെ ഓർത്തപ്പി കാണുന്നതല്ല, ബാക്കിൽ എനിക്ക് വൈറ്റ് ഇടണമെന്നുണ്ട്. അപ്പുറ സൈഡിൽ അത് ഞാൻ കാണിച്ചു തരാമേ. അത് ഞാൻ പിക്ചർ കൊടുത്താക്കാം. അപ്പൊ ഞാൻ വാങ്ങിച്ച സംഭവം ഇതാട്ടോ. എനിക്കറിയത്തില്ല ഇത് കറക്റ്റ് ആണോ അല്ലയോന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം, ഏകദേശം ഒരു അളവൊക്കെ എടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം അതിന്റെ കമന്റ് ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മെറ്റീരിയൽ. ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ ഇത് കാണാനായിട്ട്. വൈറ്റ്, നല്ല വൈറ്റേല് ചെറിയൊരു എംബ്രോയിഡറി, പിന്നെ ഇങ്ങനെ പൂവായിട്ട്. എത്ര വീതി ഉണ്ട് ഇതിന്, എന്താണേലും ഇട്ടിട്ട് കാണിച്ചു തരാം. ആർക്കിന് വേണമെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതിയേ. അപ്പം ഓക്കെ, ബൈ ബൈ.